സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സില് സൗജന്യയാത്ര നൽകാനുള്ള യുഡിഎഫിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിക്കെതിരെ സ്വകാര്യ ബസ് ഉടമകള്. പദ്ധതി നടപ്പായാല് പൊതുഗതാഗത സംവിധാനം തകരുമെന്നും ബസ് ഉടമകളും ജീവനക്കാരും വഴിയാധാരമാകുമെന്നും ഓള് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥന് വ്യക്തമാക്കി. സൗജന്യയാത്ര നടപ്പാക്കിയ കർണാടകയില് സ്വകാര്യ ബസ് ഉടമകള് പലരും ആത്മഹത്യയുടെ വക്കിലാണ്. 30-40 ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ സ്വകാര്യ ബസ്സുകള് പലരും 10 മുതൽ 15 വരെ ലക്ഷത്തിന് വിറ്റൊഴിവാക്കുകയാണ്. ഇത്രയും മുതലിറക്കിയ ഞങ്ങളുടെ ഈ ബസ്സുകളൊക്കെ എന്തു ചെയ്യും? അതുകൂടി സർക്കാര് പരിശോധിക്കണം. ഞങ്ങളുടെ കാര്യത്തില് സർക്കാര് അനുകൂലമായ തീരുമാനമെടുക്കണം. ഞങ്ങളുമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. കെഎസ്ആർടിസിയുടെ കണക്കുപ്രകാരം 19 ലക്ഷം സ്ത്രീകള് കെഎസ്ആർടിസിയില് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കില് അതിന്റെ 3 ഇരട്ടി പേര് സ്വകാര്യ ബസ്സുകളില് യാത്ര ചെയ്യുന്നുണ്ടാവും. അവര് 3500 ബസ് ഓടിക്കുമ്പോള് ഞങ്ങള് 9000-ഓളം ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. അവരെക്കാള് കൂടുതൽ യാത്രക്കാര് ഞങ്ങളുടെ ബസ്സില് കയറുന്നുണ്ട്. അവരുടെ സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ് തുടങ്ങിയ ബസ്സുകളില് സീറ്റിംഗ് യാത്രക്കാര് മാത്രമേ ഉള്ളൂ. ഞങ്ങള് രാവിലെയും വൈകുന്നേരവും നിറയെ ആളുകളുമായാണ് ഓടുന്നത്. ദിവസം 1 ലക്ഷത്തിലധികം യാത്രക്കാരില് 70,000 യാത്രക്കാരും സ്ത്രീകളാണ്. പിന്നെ 1 രൂപ നൽകുന്ന വിദ്യാർത്ഥികളാണ്. സൗജന്യം നൽകിയാല് സ്ത്രീകള് മാത്രമല്ല പോവുക. വീട്ടിലുനിന്ന് ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോള് ഭാര്യയെ കെഎസ്ആർടിസിയിൽ വിട്ടിട്ട് ഭർത്താവ് പ്രൈവറ്റിലേക്ക് വരില്ല. അവര് രണ്ടുപേരും അതില് പോകും. അപ്പോള് ഞങ്ങളുടെ പുരുഷയാത്രക്കാരും സ്വാഭാവികമായി ഇല്ലാതാകും. പിന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുക. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 1 രൂപ നൽകുന്ന അവരുമായി എങ്ങനെ ഈ വ്യവസായം മുന്നോട്ടു പോകും? ഇത് നടപ്പിലാക്കിയാല് വലിയ പ്രതിസന്ധിയിലേക്ക് ബസ് വ്യവസായം പോകും. ഏതു നിമിഷവും ഡീസല്, പെട്രോള് വില വർദ്ധിക്കും. അതുകൂടി വന്നാല് പ്രത്യാഘാതം വലുതാകും. രാഷ്ട്രീയ പാർട്ടികള് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി അത്തരം വാഗ്ദാനങ്ങള് നൽകും. നമ്മുടെ നാട്ടില് നിലവില് ബസ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എത്തരത്തില് ബാധിക്കുമെന്നൊരു ചർച്ച നടത്താതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി വനിതകൾക്ക് സൗജന്യയാത്ര ഒരുക്കുന്നതിലൂടെ പൊതുഗതാഗത സംവിധാനം തകരും. സ്വകാര്യ ബസ് സർവീസ് മേഖലയെ സാരമായി ബാധിക്കും. ലക്ഷക്കണക്കിന് തൊഴിലാളികള് വഴിയാധാരമാകും. 15 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകളുമായാണ് കെഎസ്ആർടിസി ഓടുന്നത്. പുതിയ ബസ്സുകളാണ് സ്വകാര്യ മേഖലയില് സർവീസ് നടത്തുന്നത്. നഷ്ടമെല്ലാം സഹിച്ചാണിത്. സ്വകാര്യ ബസ് മേഖലയ്ക്കുവേണ്ടി പുതിയ പാക്കേജ് പ്രഖ്യാപിക്കണം. പ്രതിപക്ഷ നേതാവിനെ ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ അറിയിച്ചതാണ് ഭാരവാഹികള് പറഞ്ഞു.